ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. എല്ലാ നടന്മാർക്കും അവരുടേതായ തട്ടകമുണ്ട്. ആ തട്ടകത്തിൽ പുറത്തു നിന്ന് വരുന്ന ഒരാൾ വന്ന് അവിടെ ഒരു പ്രകമ്പനം സൃഷ്ടിച്ചിട്ട് പോയാൽ തൻ്റെ സിനിമയ്ക്ക് മുകളിലേക്ക് കയറുകയോ ഒപ്പം നിൽക്കുകയോ ചെയ്താൽ എങ്ങനെയിരിക്കും? അതാണ് ചോദ്യം. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു അഭ്യർത്ഥന: ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന്. ഒപ്പം നിങ്ങൾ സഹകരിച്ചാൽ എത്രയും പെട്ടെന്ന് 55,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് നമുക്കെത്താം. ഒരു കാലം നമ്മൾ ഓർക്കുകയാണ്, രാക്ഷസ രാജാവ്, അതേപോലെ രാവണപ്രഭു, ഈ രണ്ട് മമ്മൂട്ടി മോഹൻലാൽ സിനിമകൾ ഇറങ്ങാൻ നിൽക്കുമ്പോൾ അതിന് കടുത്ത വെല്ലുവിളിയായി ബോക്സ് ഓഫീസിനെ പോലും, സിനിമ ഇൻഡസ്ട്രിയെ പോലും ഞെട്ടിച്ച ഒരു സിനിമയായിരുന്നു രാക്ഷസ രാജ്ഞി. ഷക്കീല നായികയെ എത്തിയ ആ ഒരു സിനിമ ഈ രണ്ട് സിനിമകൾക്കും കടുത്ത വെല്ലുവിളി തന്നെയായിരുന്നു. ഈ രണ്ട് സിനിമകൾക്കൊപ്പം വലിയ വിജയം നേടിയ, വലിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊറ്റൻ വിജയം നേടിയ സിനിമ തന്നെയായിരുന്നു രാക്ഷസ രാജ്ഞി. അന്ന് ഇത് ചർച്ചകളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് വന്നതാണ്. ഇവിടെ നമ്മൾ ആ ഒരു കാര്യത്തിലേക്കല്ല വരുന്നത്. തമിഴിൽ ചെന്ന് മമ്മൂട്ടി രജനീകാന്തിനെ പോലും വിറപ്പിച്ച, അല്ലെങ്കിൽ തമിഴ് തട്ടകത്തിൽ ചെന്ന് രജനീകാന്ത് സിനിമയോട് മത്സരിച്ച് അവിടെയും 1-ാം നമ്പറിൽ തന്നെ എത്തിയ ഒരു കഥ തന്നെയാണ്. വർഷം 1995. അന്ന് ദീപാവലി ക്ലാഷ് റിലീസാണ്. രജനീകാന്ത്, മമ്മൂട്ടി, കമലഹാസൻ, അങ്ങനെ തുടങ്ങുന്ന ആക്ടേഴ്സിൻ്റെ എല്ലാം സിനിമകൾ. അതിൽ എടുത്തു പറയുകയാണെങ്കിൽ മമ്മൂട്ടിയെ നമ്മൾ ഏറ്റവും ലാസ്റ്റിലേക്ക് തന്നെ എടുത്തു വെക്കാം. ഏറ്റവും ഹൈ പിച്ചിൽ നിൽക്കുന്ന സിനിമ മുത്തു എന്ന രജനീകാന്ത് സിനിമയായിരുന്നു. പിന്നീട് കമലഹാസൻ്റെ കുരുതിപ്പുന്നൽ എന്ന സിനിമ. അതിന് ശേഷം വന്നത് നമുക്ക് രഹസ്യ പോലീസ് എന്ന ശരത് കുമാറിൻ്റെ. അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നു അന്നത്തെ ഏറ്റവും വലിയ യൂത്ത് വിങ്ങിൻ്റെ തലതൊട്ടപ്പനായി നിൽക്കുന്ന വിജയുടെ ചന്ദ്രലേഖ. ഇത്രത്തോളം സിനിമകളാണ്. രാജാവ് രജനി തന്നെയാണ് തൊട്ട് പിന്നിൽ നമുക്ക് കുരുതിപ്പുന്നലുമായി കമലഹാസൻ സിനിമയ്ക്ക് ഓൾ ഇന്ത്യ ബേസിൽ തമിഴിനും മുകളിലേക്ക് എത്തുന്ന ഒരു ആരാധക വൃന്ദം അന്നും ഇന്നും ഒക്കെ ഉണ്ട് എന്ന് നമുക്കറിയാം. ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ശക്തമോ അല്ലെങ്കിൽ വലിയ രീതിയിൽ സിനിമകൾ വേറെ ഒരു മാധ്യമങ്ങളിലൂടെ കാണാനോ വഴിയില്ല. ആകെയുള്ളത് സൺ ടി വിയിൽ വരുന്ന പ്രോഗ്രാമുകളാണ്. ആ സൺ ടി വിയിലെ ഡാറ്റ കളക്ട് ചെയ്തിട്ട് നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു സിനിമകൾക്കൊപ്പം മക്കളാച്ചി എന്ന മമ്മൂട്ടി സിനിമ കൂടി വരുന്നു. ഒപ്പം നീലക്കുയിൽ എന്ന പാണ്ടി ദുരയുടെ സിനിമ കൂടി വരുന്നു എന്നുള്ളതാണ്. ഇത്ര സിനിമകളാണ് അന്നത്തെ ദീപാവലി ക്ലാഷിന് ഉണ്ടായിരുന്നത്. ഇവിടെ ആദ്യ വാരങ്ങളിലേക്ക് എത്തുമ്പോൾ നമുക്ക് സ്വാഭാവികമായി അറിയാവുന്ന സിനിമ തന്നെയാണ്. അതായത് മുത്തു തന്നെ മുന്നിൽ നിൽക്കുന്നു, തൊട്ട് പിന്നാലെ കുരുതിപ്പിന്നൽ എന്ന സിനിമ നിൽക്കുന്നു, അതിൻ്റെ തൊട്ട് പിന്നാലെ ചന്ദ്രലേഖ നിൽക്കുന്നു, ഒപ്പം മക്കളാച്ചി നിൽക്കുന്നു എന്നുള്ള ആദ്യ ദിവസങ്ങളിലെ കാര്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. പിന്നീട് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ, നമുക്ക് സൺ ടി വിയിലൂടെ ടോപ്പ് 10 പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. പലർക്കും ഇപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ കണ്ടവർക്കൊക്കെ ആണെങ്കിൽ അറിയാം. അതിൽ 2-3 ആഴ്ചയൊക്കെ അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കുരുതിപ്പിന്നൽ ആദ്യ സ്ഥാനത്തിൽ നിന്ന് മാറുകയും മക്കളാച്ചി അങ്ങനെ മുന്നോട്ട് കയറി 2-ാം സ്ഥാനത്തെത്തുകയും ചെയ്യുന്ന ഒരു കാര്യം. സ്വാഭാവികമായി അത് 1-2 ആഴ്ചകൾ നിൽക്കുമെന്ന് കരുതിയിരുന്നെങ്കിൽ പിന്നീട് അത് മാറി 13-14 ആഴ്ചകൾ വരെ മുത്തുവിൻ്റെ കൂടെ മക്കളാച്ചി ഇടയ്ക്ക് മുത്തുവിൻ്റെ മുകളിലേക്ക് പോകുന്നതും നമുക്ക് കാണാൻ കഴിഞ്ഞു. 1-2 ആഴ്ചകളിൽ മുത്തുവിനേക്കാളും നമ്പർ 1 എന്നുള്ള പൊസിഷൻ അങ്ങനെ തന്നെ വന്നു. ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറ കഥകളിൽ നമുക്കറിയാനുള്ളത്, ഈ മക്കളാച്ചി എന്ന മമ്മൂട്ടി സിനിമ അത് എഴുതി വെച്ചിരുന്നത് അത് തലൈവർക്ക് വേണ്ടി തന്നെയായിരുന്നു, അത് രജനീകാന്തിന് വേണ്ടിയായിരുന്നു. പക്ഷേ അന്നത്തെ പൊളിറ്റിക്സിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം അത് കണക്ട് ചെയ്യാത്തതായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്, അല്ലെങ്കിൽ നമ്മുടെ അറിവ്, അതായത് നമുക്ക് കിട്ടിയ അറിവ് അങ്ങനെയാണ്. എന്താണ് കാര്യമെന്നുള്ളത് അറിയില്ല. എന്താണേലും അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു നടനെ കൊണ്ടുവരുന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും മികച്ച രീതി എന്നുള്ളതാണ്. എവിടെയും അങ്ങനെ തന്നെ. അതായത് തമിഴ് രാഷ്ട്രീയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ രജനീകാന്തിന് പ്രശ്നം ഉണ്ടാകാതിരിക്കാനായിരിക്കുമല്ലോ അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ന്യൂട്രൽ മമ്മൂട്ടിയെ പോലെ ഒരു മലയാളി നടൻ വരുമ്പോൾ അദ്ദേഹത്തെ അത് ഇമ്പാക്റ്റ് ചെയ്യുകയോ ആ ഇൻഡസ്ട്രിയിൽ അതിനകത്ത് പ്രത്യേകിച്ചും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്നറിയാം. പക്ഷേ ഇവിടെ ജനങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു ആ സിനിമ എന്നുള്ളതാണ്. ഗ്രാമങ്ങളും നഗരങ്ങളും ഒരേപോലെ വാഴ്ത്തിയ സിനിമയെ മാറി മക്കൾ ആഴ്ചി എന്നുള്ളത്. അതെ, പക്ക ഒരു പൊളിറ്റിക്കൽ സിനിമ. തമിഴന്മാർ അന്ന് വരെ കൊതിച്ചിരുന്ന സിനിമ. തങ്ങളുടെ താരങ്ങൾ എങ്ങനെ ചെയ്തു അതിന് മുകളിൽ യാഥാർത്ഥ്യമായി തൻ്റെ നേതാവാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള ആ ഒരു സിനിമ. അങ്ങനെ മുത്തുവിനൊപ്പം മത്സരിച്ച ഈ സിനിമ, മക്കളാച്ചി എന്ന സിനിമ, കുരുതിപ്പുന്നലിനെയൊക്കെ ഒരുപാട് പിന്നിലാക്കി, അതിനൊപ്പം ഇറങ്ങിയ ചന്ദ്രലേഖയും പിന്നിലാക്കി മക്കളാച്ചി 1-ാം സ്ഥാനത്തേക്ക് തന്നെ എത്തുകയും ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററായി മാറുകയും ചെയ്തു. കളക്ഷൻ്റെ കാര്യത്തിൽ നമുക്കറിയാം ഈ സിനിമ ഒരിക്കലും 1-ാം സ്ഥാനത്തെത്തില്ല, കാരണം രജനീകാന്താണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. പക്ഷേ അഭിപ്രായത്തിൻ്റെ കാര്യത്തിൽ മുത്തുവിനേക്കാൾ ഒരുപിടി മുന്നിലേക്ക് ഈ സിനിമ തമിഴ് ജനതയിലേക്ക് എത്തി. എന്നിരുന്നിട്ടും സിനിമ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററിലേക്ക് എത്തുന്ന ഒരു കാര്യവും നമുക്ക് കാണാൻ കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ സെക്കൻഡ് ഹയസ്റ്റ് ഗ്രോസർ ഇൻ ദ ക്ലാഷായി മാറുകയും. ഒപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ മമ്മൂട്ടിയും മോഹൻലാൽ തുടങ്ങി ദുൽഖർ, ടൊവിനോ തുടങ്ങിയുള്ള നടന്മാർ നിൽക്കുന്ന സമയത്ത് തമിഴിൽ നിന്ന് വന്നിട്ട് താരതമ്യേന അവിടുത്തെ ഒരു താരം, ഇപ്പം വിജയോ അങ്ങനെയുള്ളതല്ല, വേറെ ഏതെങ്കിലും ഒരു താരം ആ റേഞ്ചിലേക്ക്, അല്ലെങ്കിൽ വിജയ് വന്നിട്ട് എങ്ങനെയാണ് ഫസ്റ്റ് അടിക്കുക. ഇവിടെ ലിയോ വന്ന് തൂക്കിയ തൂക്ക് പോലെയായിരുന്നു നമുക്ക് മക്കളാച്ചി
ആ കാലഘട്ടത്തുണ്ടായിരുന്നത്. ഇന്നത്തെ കിഡ്സിനോട് നമുക്ക് പറയുമ്പോൾ അവരിപ്പോൾ കാണുന്ന സോഷ്യൽ മീഡിയയിലെ അംഗങ്ങളും മമ്മൂട്ടിയുടെയോ മോഹൻലാലിൻ്റെയോ നല്ല സിനിമകളോ ഒന്നും കാണാത്ത ആളുകളാണ്. ഇന്ന് കാണുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ നടന്മാർക്കൊക്കെ കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം എന്തെങ്കിലും ഒരു കാര്യം അത് വൃത്തിയായി ഒന്നും വന്നു കഴിഞ്ഞാൽ ആളുകളെത്തും. ആ ഒരു കാലഘട്ടത്തിൽ ഇവരെത്ര വൃത്തിയായിട്ട് എത്ര മെനക്കി ഒരു വർക്ക് ചെയ്താലും അതിലൊക്കെ പലതും പരാജയമാവുകയായിരുന്നു. കാരണം ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് അത്ര കുറവായിരുന്നു. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് യോധ എന്ന സിനിമ. മോഹൻലാലിൻ്റെ യോധ എന്ന സിനിമ സൂപ്പർ താരം മോഹൻലാലും മെഗാതാരമായ ജഗതി ശ്രീകുമാറും അഴിഞ്ഞാടിയ ആ ഒരു സിനിമ പരാജയമായി എന്ന് പറഞ്ഞാൽ വിശ്വാസം നമുക്കൊരിക്കലും വരില്ല എന്നുള്ളതാണ്. അതുതന്നെയാണ് എടുത്ത് പറയാനുള്ളത്. അതേപോലെ തന്നെ പല സിനിമകളും നമുക്ക് മമ്മൂട്ടി നായകനായി എത്തിയ മറ്റൊരു സിനിമ ഏറെ വ്യത്യസ്തത പുലർത്തുന്ന സിനിമയായിരുന്നു കുട്ടേട്ടനൊക്കെ ഇന്നിറങ്ങുകയാണെങ്കിൽ 100 ദിവസം അല്ലെങ്കിൽ 200 ദിവസം ഓടാനുള്ള കപ്പാസിറ്റിയുള്ള സിനിമ. അന്ന് ആ സിനിമ പരാജയമായി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആളുകൾ എങ്ങനെയാണ് എടുക്കുക? അതുതന്നെയാണ് പറയുന്നത്. അന്ന് അവർ ഗംഭീരമായി പെർഫോം ചെയ്യണമായിരുന്നു. അത്ര ഗംഭീരമായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ ആ റേഞ്ചിൽ നിൽക്കുന്ന സിനിമകൾ പോലും പരാജയപ്പെട്ടിരുന്നു. ഇന്ന് ഇവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഇന്നത്തെ കാഴ്ചക്കാരുടെ രീതികൾ പോലും വ്യത്യസ്തത പുലർത്തുന്നതാണ് എന്നുള്ളതാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നല്ല ഇപ്പം മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊക്കെ ഏറെ അഡ്വാൻറ്റേജ് ഉള്ള സമയമാണ്. അവർ അത്യാവശ്യം എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ പോലും ആളുകൾ കൈയടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആ ഒരു കാലഘട്ടം 90, 2000 അല്ലെങ്കിൽ 90, 85, 2000 കാലഘട്ടത്തിലൊക്കെ അവരുടെ കഴിവിൻ്റെ മികച്ച സംഭവങ്ങൾ വന്നിട്ട് പോലും പലതും പരാജയമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ 2 സിനിമകൾ മാത്രമല്ല, അപ്പു എന്ന മോഹൻലാൽ സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം. ഇന്നും കാണുമ്പോൾ പല പ്രാവശ്യം കാണുന്ന സിനിമ തന്നെയാണ്. എത്ര ഗംഭീരമായിട്ട് മോഹൻലാൽ അഴിഞ്ഞാടിയ സിനിമയാണ്. ഒരു സാധാരണക്കാരൻ, അത് ഞാനാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്ന ലെവലിലുള്ള ആ ഒരു ക്യാരക്ടർ അത് നിങ്ങൾ കണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളാണെന്ന് അത് തോന്നുകയും ചെയ്യും. അതൊക്കെ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ എങ്ങനെയിരിക്കും? ഇന്നാണ് സിനിമ ഇറങ്ങുന്നതെങ്കിൽ 100 അല്ല 200 ദിവസത്തിന് മുകളിൽ ഓടേണ്ട സിനിമകളാണ്. എന്താണെങ്കിലും നമുക്ക് തമിഴിൽ ചെന്ന് ഇങ്ങനെ ഒരു അരങ്ങ് അല്ലെങ്കിൽ ഒരു കൊയ്ത്ത് നടത്താൻ വേറെ ഒരു നടനും നമുക്ക് കഴിഞ്ഞിട്ടില്ല. മമ്മൂട്ടിക്ക് മികച്ച ഒരു പിന്തുണ തന്നെയാണ് തമിഴിൽ ലഭിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം തലൈവറും ഒന്നിച്ചുള്ള ദളപതി എന്ന സിനിമയ്ക്ക് ശേഷം അദ്ദേഹത്തിന് ഗംഭീരമായ മാർക്കറ്റാണ്. ഏകദേശം 70% മമ്മൂട്ടി സിനിമകൾ തമിഴിൽ ഹിറ്റുമാണ് എന്നുള്ളതാണ്. ഒട്ടുമിക്ക സിനിമകളും വലിയ രീതിയിൽ ആരാധകരെ അദ്ദേഹത്തിന് സൃഷ്ടിച്ചു കൊടുക്കുകയുമുണ്ടായി. എന്ന് വെച്ച് മലയാളത്തിൽ നിന്ന് പോയതിൽ ഏറ്റവും വലിയ താരം അവിടെ പോയി വിജയങ്ങൾ കൊയ്തത് മമ്മൂട്ടിയാണെന്നല്ല, ജയറാമാണ് എന്നുള്ളതാണ് മറ്റൊരു സന്തോഷകരമായ വാർത്തയും. കാരണം ജയറാമിൻ്റെ മമ്മൂട്ടി ചെയ്തതിനേക്കാളും ഒരുപാട് സിനിമകൾ ജയറാം അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇറങ്ങിയ സമയത്ത് ഒരു കാലഘട്ടത്തിൽ മലയാളത്തിലും തമിഴിലുമെല്ലാം മിനിമം ഗ്യാരണ്ടി നടൻ എന്നുള്ളത് ജയറാം ആകുന്ന കാഴ്ചയും നമ്മളന്ന് കണ്ടതാണ്. പക്ഷേ പിന്നെയും അതൊരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ പിന്നീട് നമുക്കത് കാണാൻ കഴിയാതെ എങ്കിൽ തുടർച്ചയായി സ്റ്റഡിയായിട്ട് തമിഴിൽ വിജയങ്ങൾ കൊയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മമ്മൂട്ടിയുടെ പ്രത്യേകത. അതായത് തുടക്കകാലത്തും ഇന്നും ചെയ്താൽ മമ്മൂട്ടിയുടെ സിനിമകൾ വിജയിക്കുന്നു എന്നുള്ളതാണ്, സീസണലല്ല എന്നുള്ളതാണ്. അവസാനമായി ഇറങ്ങിയ മമ്മൂട്ടി സിനിമകൾ തമിഴിൽ നിന്ന് നാഷണൽ അവാർഡ് അടിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച സിനിമയാണ്. അർഹമായ സിനിമയുമായിരുന്നു പേരൻപ് എന്നുള്ളത്. ഇന്നും തമിഴ് ജനത അതിനെ വലിയ രീതിയിൽ മനസ്സിൽ കൊണ്ട് നടക്കുന്നു. ക്രിട്ടിസൈസ് ചെയ്യുന്ന ഏറ്റവും ഫിലിം ക്രിറ്റിക്സ് പോലും അതിനെ വാഴ്ത്തുന്ന സിനിമയുമാണ്. അതുതന്നെയാണ് മമ്മൂട്ടിയുടെ വ്യത്യാസവും. എന്താണേലും 1995 ദീപാവലി ക്ലാഷിൽ രജനീകാന്തിൻ്റെ മുത്തുവും കമലഹാസൻ്റെ കുരുതിപ്പുന്നലും ഒപ്പം മമ്മൂട്ടിയുടെ ഈ പറഞ്ഞ ചിത്രവും എത്തുമ്പോൾ, മക്കളാച്ചി എന്ന ചിത്രവും എത്തുമ്പോൾ അവിടെ 2ാം സ്ഥാനത്തേക്ക് എത്തുകയും ആഴ്ചകളോളം മുത്തുവിന് കടുത്ത വെല്ലുവിളി സൃഷ്ടിച്ച് ചിലപ്പോഴൊക്കെ 1ാം സ്ഥാനത്തേക്ക് തുടരാൻ കഴിഞ്ഞതും അത് വലിയ രസകരമായ ഒരു കാഴ്ചയായി വരുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്തണം. ദേവ് മീഡിയാസ്.